ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചാപ്റ്റർ 1 ആണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. രണ്ട് മോഡലുകളുള്ള ഡിറ്റർമിനേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ക്ലാസിക്കൽ സിസ്റ്റത്തിലുള്ള ഡിറ്റർമിനേഷനും, രണ്ട് കെയ്നീഷ്യൻ സിസ്റ്റത്തിലുള്ള ഡിറ്റർമിനേഷനുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്ലാസിക്കൽ സിസ്റ്റം ആണ്. ദ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് എക്സ്പ്ലെയിൻസ് ഹൗ നാഷണൽ ഇൻകം, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഈസ് ഡിറ്റർമിനഡ് ഇൻ ആൻ ഇക്കോണമി. അപ്പൊ 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്ന്, നാഷണൽ ഇൻകം എന്ന് പറയുന്ന വൈ അല്ലെങ്കിൽ GDP എങ്ങനെ, അല്ലെങ്കിൽ വൈ. ഓക്കെ, വൈ എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? രണ്ട്, ഔട്ട്പുട്ട് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? മൂന്ന്, എംപ്ലോയ്മെന്റ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു തിയറിയിൽ, ഈ ഒരു പാർട്ടിന്റെ അണ്ടറിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട അപ്രോച്ചുകൾ നമുക്കുണ്ട്. ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്. ഇതില് നിങ്ങൾ പ്രധാനമായിട്ടും, നമ്മൾ ക്ലാസ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണെന്ത്? ക്ലാസിക്കൽ തിയറി ബിലീവ് ചെയ്തിട്ടുള്ളത് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിലാണ്. ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിലാണ്. കെയ്നീഷ്യൻ അല്ലെങ്കിൽ കെയ്ൻസിന്റെ ഐഡിയ പ്രകാരം ഈ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ഇല്ല, അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയമേ ഉള്ളൂ. ഞാനിങ്ങനെ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ക്ലാസിക്കൽ സിസ്റ്റവും കെയ്നീഷ്യൻ സിസ്റ്റവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട്, കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ്. അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ക്ലാസിക്കൽ തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്, അതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുറച്ച് പേരുകളാണ്. പ്രധാനമായിട്ടും 5 ആളുകളാണ് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളിൽ നമുക്ക് കാണാൻ പറ്റുക. ഒന്ന്, ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, JB സേ, AC പിഗു, JS മില്ല്. ഇത്രയും ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് ഇനിയും ഒരുപാട് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 5 ആളുകൾ. ക്ലാസിക്കൽ തിയറി പറയുന്നത് ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഏതൊരു ഇക്കണോമിക് സിസ്റ്റവും ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ എന്ത് ചെയ്യും? ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സൊസൈറ്റിയിൽ, ആ ഒരു മാർക്കറ്റിൽ, ആ ഒരു ഇക്കോണമിയിൽ ആരാണോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ജോലി ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയാം. അപ്പൊ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ടെമ്പററി ആണ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്ത അവസ്ഥ ടെമ്പററി ആണ്. വെയ്ജ് റിജിഡിറ്റി, അതിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞത്. ഒന്ന് വെയ്ജ് റിജിഡിറ്റി, ഒന്ന് വെയ്ജ് റിജിഡിറ്റി, അതുപോലെ മാർക്കറ്റ് ഇംപെർഫെക്ഷൻ. ഇതെന്താന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. അൺഎംപ്ലോയ്മെന്റ് ടെമ്പററി ആണ്, അൺഎംപ്ലോയ്മെന്റ് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിന്റെ റീസൺ എന്താണ്? ഒന്ന് വെയ്ജ് റിജിഡിറ്റി ആണ്, രണ്ട് മാർക്കറ്റ് ഇംപെർഫെക്ഷൻ ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ക്ലാസിക്കൽ തിയറിയിലെ പ്രധാനപ്പെട്ട അസംഷൻസ്. ഒന്ന്, ദർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ഗുഡ്സ് ആൻഡ് ഫാക്ടർ മാർക്കറ്റ്. പ്രൈസസ് ആൻഡ് വേജസ് ആർ പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ. മണി ഈസ് ന്യൂട്രൽ. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റിലെ വ്യൂ ആണ് മണി ഈസ് ന്യൂട്രൽ. അതെന്താന്നുള്ളത് നമ്മൾ പറയും. ദർ ഈസ് ഫുൾ എംപ്ലോയ്മെന്റ് ഇൻ ദ ഇക്കോണമി. ആ ഒരു ഇക്കോണമിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടും.
അതുപോലെ തന്നെ സേവിങ് ഈസ് ആൾവേസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെന്റിലൂടെ സേവിങ് എപ്പോഴും എന്തായിരിക്കും ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു, ഡിസ്പോസബിൾ ഇൻകത്തിനെ നമ്മൾ സേവിങ് എന്നും കൺസംഷൻ എന്നും തരംതിരിച്ചു. ഈ സേവ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യും, അതായത് സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആണ് എന്നുള്ളതാണ് നമ്മുടെ ക്ലാസിക്കൽ സിസ്റ്റങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ദർ ഈസ് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഇക്കോണമി ഓപ്പറേറ്റ്സ് ഇൻ ദ ലോങ് റൺ, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഇതിനെയാണ് നമ്മൾ സെയ്സ് ലോ എന്ന് പറയാം. സെയ്സ് ലോയിൽ നിന്നാണ്, അത് സെയ്സ് എന്ന് പറഞ്ഞ JB സേ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ലോയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിക്കൽ തിയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ദർ ഈസ് നോ ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. വാട്ട് ഈസ് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ്? ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആൻഡ് വളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. ഒരാൾ മനഃപൂർവ്വം ജോലി ചെയ്യണ്ട എന്ന് ആഗ്രഹിച്ചിട്ട് അയാൾ ജോലി ചെയ്യുക. ഒരാൾക്കൊരു വാശി, ഞാൻ ജോലി ചെയ്യുന്നില്ല, മനഃപൂർവ്വം അയാൾ തീരുമാനിക്കുകയാണ്. അതാണ് വളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഇൻവളണ്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ജോലി ചെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടോ അയാൾക്ക് ജോലി ഉണ്ടാവും. ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഒരാൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയെയാണ് നമ്മൾ ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ ഫുള്ളി മൊബൈൽ. മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താ? മൂവ്മെന്റ്, ഫ്രീ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, മൊബൈൽ എന്ന് പറയാം. വാട്ട് ഈസ് മീനിങ് ഓഫ് മൊബൈൽ ഫോൺ? നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് മൊബൈൽ ഫോൺ ആണ്. മൊബൈൽ ഫോണിന്റെ മുമ്പ് ലാൻഡ് ഫോണുകൾ ഉണ്ടായിരുന്നില്ല. ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലേസ്, ലാൻഡ് ഒരു പ്ലേസ് ആണ്. ഒരു പ്ലേസിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഫോണുകളെയാണ് നമ്മൾ ലാൻഡ് ഫോൺ എന്ന് പറയുക. ലാൻഡ് ഫോൺ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂല. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാലോ മൂവ് ചെയ്യാൻ പറ്റുന്ന ഫോൺ, അതാണ് മൊബൈൽ ഫോൺ. അപ്പോൾ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഫ്രീ മൂവ്മെന്റ് ആണ്, ലേബറും ക്യാപിറ്റലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ക്ലാസിക്കൽ സിസ്റ്റത്തിന്റെ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് സെയ്സ് ലോ ഓഫ് മാർക്കറ്റിൽ നിന്നാണ്. ഇതാണ് ക്ലാസിക്കൽ തിയറിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. ഈ സെയ്സ് ലോ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ എന്ത് ചെയ്യും? അതിന്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടോ അതിന്റെ ഡിമാൻഡ് അതന്നെ ഉണ്ടാക്കും. അതായത് മാർക്കറ്റിലേക്ക് നമ്മൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഞാൻ മാർക്കറ്റിലേക്ക് ഒരു പുതിയൊരു മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എഫ് ഫോൺ, ഫവാസിന്റെ ഫോൺ, ഐഫോൺ ഒക്കെ പോലെ എഫ് ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ. അപ്പൊ ഇത് ഞാൻ മാർക്കറ്റിൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിന്റെ ലോ ഓഫ് മാർക്കറ്റ് പറയുന്നത് ഞാൻ സപ്ലൈ ചെയ്ത് തന്നെ അതിന്റെ ഡിമാൻഡ് ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം എന്താണ്? ഈ ഫോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ആരൊക്കെ ഉണ്ടാവും? നമ്മൾ പറഞ്ഞ പോലെ ലാൻഡും ലേബറും ക്യാപിറ്റലും എന്റർപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇവർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ കൊടുത്ത പൈസയിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പൊ ഞാൻ എന്ത് സപ്ലൈ ചെയ്താലും അത് ഡിമാൻഡ് ചെയ്യാൻ ആളുകളുണ്ട് എന്നർത്ഥം. ദിസ് മീൻസ് ദാറ്റ് പ്രൊഡക്ഷൻ ഇറ്റ് സെൽഫ് ജനറേറ്റ് ഇനഫ് ഇൻകം ടു പർച്ചേസ് ദ എൻറ്റയർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസർ ഇൻ ദ ഇക്കോണമി. ആ ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഔട്ട്പുട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംഭവം നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതാണ് സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ്. വെൻ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിസീവ്സ് ഇൻകം ഇൻ ദ ഫോം ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ വേജ്, റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള വേജും റെന്റും ഇൻട്രസ്റ്റും പ്രോഫിറ്റും യൂസ് ചെയ്തിട്ട് എന്താണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് ആളുകൾ വാങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓവർ പ്രൊഡക്ഷൻ ഈസ് ഇമ്പോസിബിൾ. ദർ ഈസ് നോ ഓവർ പ്രൊഡക്ഷൻ ഇൻ ക്ലാസിക്കൽ സിസ്റ്റം. ക്ലാസിക്കൽ സിസ്റ്റത്തിൽ എന്തില്ല? ഓവർ പ്രൊഡക്ഷൻ ഇല്ല, അണ്ടർ പ്രൊഡക്ഷനും ഇല്ല. അതിന്റെ കാരണമാണെന്ത്? സെയ്സിന്റെ ലോ ഓഫ് മാർക്കറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ക്ലാസിക്കൽ നമ്മൾ പോകുന്നത് ലേബർ മാർക്കറ്റിലേക്കാണ്.
ക്ലാസിക്കൽ സിസ്റ്റത്തിലെ എംപ്ലോയ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ലേബറിന്റെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും കൂടിയിട്ടാണ്. ലേബറിന്റെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും കൂടിയിട്ടാണ് ക്ലാസിക്കൽ മാർക്കറ്റ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നത്, ലേബറിനെ ഡിമാൻഡ് ചെയ്യുന്നത്. ലേബർ ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ ലേബർ എന്തിനുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഇതിനെയാണ് നമ്മൾ MPN എന്ന് പറയാം. MPN എന്ന് പറയാം. ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ഡിറൈവ്ഡ് ഫ്രം മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. അത് എവിടെ നിന്നാണ് വരുന്നത്? അത് ഇനി ഫേം ഹയർ ലേബർ അപ് ടു എ പോയിന്റ് വേർ വേജ് ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. അതായത് ഫേം ഏതുവരെയാണ് ആളുകളെ ഹയർ ചെയ്യുക? എവിടെയാണോ വേജും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും ഈക്വൽ ആകുന്നത് അതുവരെ എന്ത് ചെയ്യും? ആളുകളെ ഹയർ ചെയ്തുകൊണ്ടേയിരിക്കും. റിയൽ ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാം ഈ വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമിനൽ വേജും റിയൽ വേജും ഉണ്ട്. നോമിനൽ വേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ എന്താ നോമിനലും റിയലും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നോമിനൽ എന്ന് പറഞ്ഞാൽ കറന്റ് ലെവലിലുള്ള വാല്യൂസ് ആയിരിക്കും. റിയൽ എന്ന് പറഞ്ഞാലോ നമ്മൾ പ്രൈസ് ലെവലുമായിട്ട് അല്ലെ ബേസ് പ്രൈസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ റിയൽ ടേമിൽ നമ്മൾ പറയുകയാണെങ്കിൽ W/P എന്തായിരിക്കണം? MPN ഈക്വൽ ആയിരിക്കണം. എന്താണ് W/P? ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റിയൽ വേജ് എന്ന് പറയാം. റിയൽ വേജ് ആണ് എന്ത്? W/P എന്നുള്ളത്. MPN എന്ന് പറഞ്ഞാലോ ഈസ് ഈക്വൽ ടു MPN. MPN എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്. സോ ഡിമാൻഡ് ഫോർ ലേബർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് കേട്ടോ. ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ റിയൽ വേജ്. ഒരു ലേബറിന്റെ ഡിമാൻഡ് റിയൽ വേജിനെ ഇൻവേഴ്സ്ലി റിലേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ റിയൽ വേജ് കുറയുന്ന സമയത്ത് ഫേം എന്ത് ചെയ്യും? ഇതാണ് റിയൽ വേജ്. അത് കുറയുന്ന സമയത്ത് ഫേം എന്ത് ചെയ്യും? ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യും. റിയൽ വേജ് കൂടുന്ന സമയത്തോ ഫേം എന്ത് ചെയ്യും? ലേബർ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും എന്നുള്ളതാണ്. റിയൽ വേജ് കൂടുന്ന സമയത്ത്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. റിയൽ വേജും ഡിമാൻഡ് ഫോർ ലേബറും തമ്മിലുള്ള ഒരു 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 കണക്ഷൻ. റിയൽ വേജ് കുറയുന്ന സമയത്ത് ലേബർ ഡിമാൻഡ് കൂടും, റിയൽ വേജ് കൂടുന്ന സമയത്ത് ലേബർ ഡിമാൻഡ് കുറയും. ഇനി സപ്ലൈയിലേക്ക് നമ്മൾ പോവാണ്. സപ്ലൈന്റെ കേസിൽ റിയൽ വേജുമായിട്ട് ലേബർ ഡയറക്ട്ലി ആൻഡ് പ്രൊപ്പോർഷനേറ്റ്ലി ആൻഡ് പോസിറ്റീവ്ലി കണക്റ്റഡ് ആണ്. ഞാൻ ലാസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. വർക്കേഴ്സ് കമ്പയർ ദ യൂട്ടിലിറ്റി ഓഫ് ഇൻകം വിത്ത് ഡിസ്യൂട്ടിലിറ്റി ഓഫ് ലേബർ. അതായത് വർക്കേഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു ഇൻകം കിട്ടുന്നതിനുള്ള യൂട്ടിലിറ്റിയും ലേബർ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഡിസ്യൂട്ടിലിറ്റിയും എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ഹയർ റിയൽ വേജ് എൻകറേജ് വർക്കേഴ്സ് ടു സപ്ലൈ മോർ. സോ സപ്ലൈ ഓഫ് ലേബർ ഈസ് എ ഫങ്ഷൻ ഓഫ് റിയൽ വേജ്. ഓക്കെ, ലേബർ സപ്ലൈ കർവ് ഉണ്ടാവല് ഇങ്ങനെ ഒരു അപ്വേർഡ് സ്ലോപ്പ് ആണ് കേട്ടോ, ലേബർ സപ്ലൈ കർവ് ഉണ്ടാവുക. അപ്പൊ ഇനി ഇതിന്റെ രണ്ടിന്റെയും ഇൻറ്റ്യൂഷൻ ഞാനൊന്ന് പറഞ്ഞു. ഒന്ന് പറയാം. നമ്മൾ പറഞ്ഞു എന്ത്? ലേബർ ഡിമാൻഡ്, നമുക്ക് ഡിമാൻഡ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട് എവിടെയെങ്കിലും നമുക്ക് എഴുതാൻ. ഓക്കെ, ലേബർ ഡിമാൻഡ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ലേബർ ഡിമാൻഡ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു റിയൽ വേജ്. റിയൽ വേജ് ആണ് W/P. ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. നോക്കൂ, ലേബറിന് ആരാ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവുക? ലേബറിന് ആരാ ഡിമാൻഡ് ചെയ്യുക? ഫേം. എക്സാക്ട്ലി, കാവ്യ പറഞ്ഞ പോലെ ഫേം ആണ് എന്ത് ചെയ്യുക? ലേബറിനെ ഡിമാൻഡ് ചെയ്യുക. ലേബറിനെ ഫേം ഡിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പകരം ലേബറിന് എന്ത് കൊടുക്കണം? വേജ് കൊടുക്കണം. അപ്പോ ഒരു ഫേം ലേബറിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവുക വേജ് കൂടുതൽ ഉണ്ടാവുമ്പോഴാണോ വേജ് കുറവ് ഉണ്ടാവുമ്പോഴാണോ?
എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നതാണ് ലേബറിന് ലാഭം, സോറി ഫേമിന് ലാഭം? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റിയൽ വേജ് 1000 ഉണ്ടാകുന്ന സമയത്ത് ഒരാളെ പണിക്ക് വെക്കുന്നതാണോ, റിയൽ വേജ് 500 രൂപ ഉണ്ടാവുന്ന സമയത്ത് ഒരാളെ പണിക്ക് വെക്കുന്നതാണോ ഫേമിന് ലാഭം? ഫേമിന്റെ കേസിൽ എപ്പോഴാണോ റിയൽ വേജ് കുറവ്, എപ്പോഴാണോ ആളുകൾക്ക് വേജ് കൊടുക്കേണ്ടത് കുറയുന്നത്, അപ്പോ ആളുകളെ ഹയർ ചെയ്യുന്നതാണ് ഒരു ഫേമിന് ലാഭം. അതാണ് ലേബർ ഡിമാൻഡ്. റിയൽ വേജ് കൂടിയാൽ ലേബർ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. റിയൽ വേജ് കുറഞ്ഞാൽ ലേബർ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഇനി ഒരു സപ്ലൈ സൈഡിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലേബറിന് ആരാ സപ്ലൈ ചെയ്യാറുള്ളത്? ലേബറിന് ആരാ സപ്ലൈ ചെയ്യാ? ലേബറിന് ആരാ സപ്ലൈ ചെയ്യാ? ലേബറിന് ഡിമാൻഡ് ചെയ്യൽ ഫേം ആണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ലേബറിന് ആരാ സപ്ലൈ ചെയ്യാ? ഹൗസ് ഹോൾഡ് എന്ന് നമുക്ക് പറയാൻ പറ്റൂലേ? ഹൗസ് ഹോൾഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് ഹൗസ് ഹോൾഡ് ലേബറിനെ കൂടുതൽ സപ്ലൈ ചെയ്യുക? നമ്മൾ എപ്പോഴാ വർക്ക് ചെയ്യാൻ പോവുക? അപ്പൊ നിങ്ങളോട് പറയാണ്, എക്കോ ഡൊമൈനില് ഒരു ടീച്ചിങ് പോസ്റ്റ് ഉണ്ട്. ടേക്ക് ആൻ എക്സാമ്പിൾ, എക്കോ ഡൊമൈനിൽ ടീച്ചിങ് പോസ്റ്റ് ഉണ്ട്. പെർ ഹവറിന് 2000 രൂപ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ പെർ ഹവറിന് 300 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടീഷൻ എ, കണ്ടീഷൻ ബി. നിങ്ങൾ ഏത് സമയത്താ വർക്ക് ചെയ്യാൻ പോവുക? കണ്ടീഷൻ എയിലാണോ കണ്ടീഷൻ ബിയിലാണോ? കണ്ടീഷൻ എ. അതായത് പേജ് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ ചെയ്യും. അതാണ് സപ്ലൈ ഓഫ് ലേബറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഫോർ ലേബറും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ്. അറ്റ് ഇക്വിലിബ്രിയം റിയൽ വേജ് ഫുൾ എംപ്ലോയ്മെന്റ് ഈസ് അച്ചീവ്ഡ്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മോഡൽ ഈ ഈ ഒരു ഇപ്പൊ ലേബർ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെയാണ് ഉണ്ടാവുക ലേബർ സപ്ലൈ, ഇങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടാവുക. അപ്പൊ ലേബർ സപ്ലൈയും ലേബർ ഡിമാൻഡും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ ഒരു റിയൽ വേജ് ഉണ്ടാവും, ഇവിടെ ഒരു ഇവിടെ ഒരു റിയൽ വേജ് ഉണ്ടാവും. ഇവിടെ റിയൽ വേജ് ഉണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫുൾ ഇക്വിലിബ്രിയം റിയൽ വേജിൽ ഫുൾ എംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആരൊക്കെയാണോ ജോലി എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെയും ജോലി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്ത്? ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. ഇഫ് അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ്, മണി വേജ് വിൽ ഫാൾ, ദിസ് റെഡ്യൂസ് റിയൽ വേജ് ആൻഡ് ഇൻക്രീസ് ഫോർ ഡിമാൻഡ് ഫോർ ലേബർ ആൻഡ് റീസ്റ്റോർ ഫുൾ എംപ്ലോയ്മെന്റ്. ഇതാണ് ഇതിന്റെ ഒരു ഡൈനാമിക്സ്. അതായത് അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? മണി വേജ് കുറയും, വേജ് കൊടുക്കേണ്ടത് കുറയും. മണി വേജ് കുറഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? റിയൽ വേജ് കുറക്കും. അല്ലെ? റിയൽ വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി വേജ് ഡിവൈഡഡ് ബൈ പി ആണ്, പ്രൈസ് ലെവലാണ്. അപ്പൊ റിയൽ വേജ് കുറയും. റിയൽ വേജ് കുറഞ്ഞാൽ ലേബറിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിമാൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യും? അത് കൂടും. സ്വാഭാവികമായിട്ടും ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞത് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഒരിക്കലും എന്തുണ്ടാവില്ല? ഒരു ഇക്കോണമിയിൽ ഉണ്ടാവില്ല. ആരൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത്രയും ആളുകൾക്ക് എന്ത് ചെയ്യും? ജോലി കിട്ടും എന്നാണ് ഇവരുടെ അഭിപ്രായം. ഇനിയാണെന്ത്? ക്ലാസിക്കൽ അഗ്രഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലേബർ മാർക്കറ്റ്. ഇനി ക്ലാസിക്കൽ അഗ്രഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് കിടക്കാം. ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എൻ കെ. y എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്, ഫംഗ്ഷൻ ഓഫ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എംപ്ലോയേഴ്സ് ആണ്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ആണ്, k എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ്. ഇനി ഷോർട്ട് റണ്ണിൽ ക്യാപിറ്റൽ ഫിക്സഡ് ആയതുകൊണ്ട് y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് n. അതായത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് അപ്പോൺ എംപ്ലോയ്മെന്റ്. അതായത് എംപ്ലോയ്മെന്റ് കൂടുന്നതിനനുസരിച്ച്
ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കൂടും. ലേബറിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? കൂടും. പക്ഷേ ഈ ഔട്ട്പുട്ട് കൂടുന്നത് എന്ത് ചെയ്യും? കുറയും. ഡ്യൂ ടു ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺ ഓഫ് ലേബർ. ലേബറിന്റെ ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് കാരണം എന്ത് ചെയ്യും? ഇത് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഇനി ലേബർ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞു ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവും. അത് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലേബർ മാർക്കറ്റിൽ ഇത് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പൊ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യും. അതായത് ക്ലാസിക്കൽ മോഡലില് ഔട്ട്പുട്ടിനെ കാര്യമായിട്ട് ഷോർട്ട് റണ്ണിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? അത് ലേബർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പറഞ്ഞു എന്ത്? ക്ലാസിക്കൽ ഇക്കണോമിക്സിന്റെ ഒരു തിയറിയിൽ പറഞ്ഞു സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഈ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ആരാണ് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ എന്താണ് അതിന്റെ റീസൺ? അത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയാട്ടോ ഇപ്പൊ പറഞ്ഞത്. സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ക്ലാസിക്കൽ മോഡലുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. വിച്ച് മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും. അത് എന്തുകൊണ്ടാന്നുള്ളതൊക്കെ നമ്മൾ പറയൂട്ടോ. ഓക്കെ, അതിന് ഇക്വിലിബ്രിയം ഒക്യൂർ ചെയ്യുന്നത് എവിടെയായിരിക്കും? സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റിലായിരിക്കും. ഇനി സേവിങ് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, സേവിങ് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും? കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ എന്താ ഇൻവെസ്റ്റ്മെന്റിന് സംഭവിക്കുക? ഇൻവെസ്റ്റ്മെന്റ് കൂടും, സേവിങ് കുറയും. ഇനി ഇൻവെസ്റ്റ്മെന്റ് സേവിങ്ങിനേക്കാൾ കൂടിക്കഴിഞ്ഞാലോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞാൽ സേവിങ് കൂടും എന്നുള്ളതാണ്. ദിസ് എൻകറേജ് സേവിങ് ആൻഡ് ഡിസ്കറേജ് ഇൻവെസ്റ്റ്മെന്റ്. സോ അപ്പൊ നമ്മൾ ഇത്ര മനസ്സിലാക്കേണ്ടത്, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ക്ലാസിക്കൽ തിയറിയിൽ കൊണ്ടുവരുന്നത്. ഇനി ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കും. ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി മണി എന്താന്നുള്ളതൊക്കെ ഫിഷർ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ നമ്മളെ തിയറി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത് മനസ്സിലാക്കുക. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ ബിലീവ് ചെയ്തത് മണി എഫക്റ്റ് ഓൺലി ദ പ്രൈസ് ലെവൽ. മണി എന്തേയുള്ളൂ? പ്രൈസ് ലെവലിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ, നോട്ട് റിയൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. ഒരിക്കലും എന്ത് ചെയ്യൂല? റിയൽ ഔട്ട്പുട്ടിനെയോ എംപ്ലോയ്മെന്റിനെയോ എന്ത് ചെയ്യൂല? മണി എഫക്റ്റ് ചെയ്യൂല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? മണി ന്യൂട്രാലിറ്റി എന്ന് പറയാം. മണി ന്യൂട്രാലിറ്റി എന്ന് പറയാം. ക്ലാസിക്കൽ തിയറിയിലെ മണി എഫക്റ്റ് ഓൺലി ദ പ്രൈസ് ലെവൽ, നോട്ട് റിയൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. പ്രൈസ് ലെവലിനെ മാത്രമേ മണി എഫക്റ്റ് ചെയ്യുള്ളൂ, എന്തല്ല ഔട്ട്പുട്ടിനെയോ എംപ്ലോയ്മെന്റിനെയോ അല്ല. ഈ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ നമ്മൾ പറയുന്ന ഇക്വേഷൻ ആണെന്ത്? എം വി ഈസ് ഈക്വൽ ടു പി വൈ എന്നുള്ളത്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മണി സപ്ലൈ ആണ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് മണിയാണ്. പി എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവലാണ്. വൈ എന്ന് പറഞ്ഞാൽ റിയൽ ഔട്ട്പുട്ട് ആണ്. അപ്പൊ മണി സപ്ലൈ എം ഇൻറ്റു വെലോസിറ്റി ഓഫ് മണി, സപ്ലൈ ഇൻറ്റു വെലോസിറ്റി ഓഫ് മണി ഈസ് ഈക്വൽ ടു പ്രൈസ് ലെവൽ ഇൻറ്റു റിയൽ ഔട്ട്പുട്ട്. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ അസ്യൂം ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് മണി ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ഔട്ട്പുട്ട് ആർ കോൺസ്റ്റന്റ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ ഇത് രണ്ടും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും മണി സപ്ലൈ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്നർത്ഥം. ആൻഡ് ഈ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ. പ്രൈസ് ലെവൽ ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫ്ലേഷൻ. Okay, so an increase in money supply leads to
ഇൻഫ്ലേഷൻ, നോട്ട് ഇൻക്രീസ് ഇൻ ദ എംപ്ലോയ്മെന്റ് ഓർ ഔട്ട്പുട്ട്. അതായത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മണി സപ്ലൈയിൽ വരുന്ന ഇൻക്രിമെന്റുകള് ഇൻഫ്ലേഷന് കാരണമാകും. നോട്ട് ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് ഓർ എംപ്ലോയ്മെന്റ്. മണി സപ്ലൈയിൽ എന്ത് ഇൻക്രീസ് വന്നാലും അത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുള്ളൂ. അല്ലാണ്ട് എന്തുണ്ടാവില്ല, ഔട്ട്പുട്ടിലോ എംപ്ലോയ്മെന്റിലോ ഒരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാവൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അൺഎംപ്ലോയ്മെന്റിന്റെ വ്യൂ നോക്കാം. അൺഎംപ്ലോയ്മെന്റ് 3 തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഒന്ന് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, വളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഇത് എന്താന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയൂട്ടോ. ദേ ഡിനൈഡ് ദ പോസിബിലിറ്റി ഓഫ് പേഴ്സിസ്റ്റന്റ് ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. അതായത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ജോലി കിട്ടും എന്നുള്ളതാണ് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ പറയുന്നത്. ഇനി അഥവാ ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ, അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? വെയ്ജ് റിജിഡിറ്റി ആയിരിക്കും. വെയ്ജ് റിജിഡിറ്റി അതിന്റെ കാരണം എന്താണ്? ഒന്നെങ്കിൽ ട്രേഡ് യൂണിയൻസ് ആവാം, അല്ലെങ്കിൽ മിനിമം വെയ്ജ് ലോ ആവാം, ഗവൺമെന്റിന്റെ ഇടപെടലുകളാവാം, ലേബർ മാർക്കറ്റിലുള്ള ഇംപെർഫെക്ഷനുകളാവാം. അപ്പൊ ക്ലാസിക്കൽ തിയറിക്ക് വന്നിട്ടുള്ള ക്രിറ്റിസിസം കാര്യമായിട്ടും കെയ്ൻസിന്റെ ഭാഗത്തു നിന്നാണ്. കെയ്ൻസ് ക്ലാസിക്കൽ തിയറീസിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളത്, ഒന്ന്, ഫുൾ എംപ്ലോയ്മെന്റ് ഒരു നോർമൽ സിറ്റുവേഷൻ അല്ല. നോർമൽ സിറ്റുവേഷൻ കെയ്ൻസിന്റെ അഭിപ്രായത്തില് അണ്ടർ എംപ്ലോയ്മെന്റ് ആയിരുന്നു. അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. അതുപോലെ തന്നെ സെയ്സ് ലോ ഈസ് നോട്ട് വാലിഡ് ഇൻ എ മോണിറ്ററി ഇക്കോണമി. മോണിറ്ററി ഇക്കോണമിയിൽ സെയ്സ് പറഞ്ഞ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു തിയറി എന്തല്ല, ബാധകമല്ല. അതുപോലെ തന്നെ സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും എപ്പോഴും ഈക്വൽ ആയിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ വേജസും പ്രൈസസും എന്തല്ല, ഫ്ലെക്സിബിൾ അല്ല. അതുപോലെ തന്നെ വേജ് കട്ട് എന്ത് ചെയ്യും, അഗ്രഗേറ്റ് ഡിമാൻഡിനെ റെഡ്യൂസ് ചെയ്യും. മണി ന്യൂട്രൽ അല്ല. ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്തേക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് മണി ഡിമാൻഡും മണി സപ്ലൈയുമാണ്, അല്ലാണ്ട് എന്തല്ല, ഓൺലി സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും അല്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് അത്യാവശ്യം ആണ്. അതുപോലെ തന്നെ അഗ്രഗേറ്റ് ഡിമാൻഡ് ആണ് ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇത്രയും ഗ്രൗണ്ടിലാണ് എന്ത് ചെയ്തത്, ക്ലാസിക്കൽ തിയറീസിനെ കെയ്ൻസ് ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കെയ്നീഷ്യൻ വ്യൂയിലേക്ക് പോവാം. കെയ്ൻസ് ഈ തിയറി, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന 1936 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്നത്. കെയ്ൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഡിറ്റർമിൻ ചെയ്യുന്നത് അഗ്രഗേറ്റ് ഡിമാൻഡ് ആണ്. ഇത് മറന്നു പോകരുത്. അഗ്രഗേറ്റ് ഡിമാൻഡ്. അഗ്രഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു കെയ്നീഷ്യൻ. അഗ്രഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു കെയ്നീഷ്യൻ. അപ്പോ അതുപോലെ തന്നെ കെയ്ൻസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആണെന്ത്, ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റിൽ ആയിക്കൊള്ളണം എന്നില്ല. അതിനെന്തുണ്ടാവും, അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയവും പോസിബിൾ ആണ്. ഇക്കോണമി എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റിൽ ആയിക്കൊള്ളണം എന്നില്ല, അതിന് അണ്ടർ എംപ്ലോയ്മെന്റ്, അതായത് ഇക്വിലിബ്രിയത്തിന് താഴെ, അതായത് ഇക്വിലിബ്രിയം ആകുന്ന സമയത്ത് ഫുൾ എംപ്ലോയ്മെന്റിന് താഴെയാവാനും സാധ്യതയുണ്ട്. ഫുൾ എംപ്ലോയ്മെന്റിന് താഴെയായ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനും എന്താണ്, പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ കെയ്ൻസിന്റെ ഈ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആയിരുന്നു എഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ളത്. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് അഗ്രഗേറ്റ് ഡിമാൻഡ് അറ്റ് വിച്ച് അഗ്രഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു അഗ്രഗേറ്റ് സപ്ലൈ. അഗ്രഗേറ്റ് ഡിമാൻഡും അഗ്രഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയാം. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഗ്രഗേറ്റ് ഡിമാൻഡും
അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് എന്നർത്ഥം. ഈ പോയിന്റിൽ എന്റർപ്രണർ എന്ത് ചെയ്യും? എന്താ അവർ എക്സ്പെക്ട് ചെയ്യുക? സെയിൽസ് റവന്യൂ ഈസ് ഈക്വൽ ടു ദയർ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു എന്റർപ്രണർക്ക് കിട്ടുന്ന സെയിൽസ് റവന്യൂ എന്തായിരിക്കണം? അത് അവരുടെ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ആയിരിക്കും എന്ന് അദ്ദേഹം കരുതും. അതുപോലെ തന്നെ കെയ്ൻസ് പറഞ്ഞത് എംപ്ലോയ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എഫക്റ്റീവ് ഡിമാൻഡിലാണ്. അപ്പൊ എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയാ. ഓക്കെ. ഇനി ഹയർ എഫക്റ്റീവ് ഡിമാൻഡ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് എന്താണ്? കൂടുതലാണ്. എഫക്റ്റീവ് ഡിമാൻഡ് കുറവാണ് എന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെന്റും റിസിഷനും ആയിരിക്കും എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇതും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എഫക്റ്റീവ് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ഹയർ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ആയിരിക്കും. ഇനി അഥവാ എഫക്റ്റീവ് ഡിമാൻഡ് കുറവാണെങ്കിൽ അത് കാണിക്കുന്നത് എന്താണ്? അൺഎംപ്ലോയ്മെന്റും റിസിഷനും ആണ് ഉണ്ടാവുക എന്നർത്ഥം. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എക്സ്പെക്റ്റഡ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഇക്കോണമിയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ടോട്ടൽ ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഡിമാൻഡ്. ടു സെക്ടർ മോഡലില് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത് C+I ആണ്. കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്. കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും. ഒരു 4 സെക്ടർ ഇക്കോണമിയിലോ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ GDPക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള C+I+G+X-M ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഗ്രിഗേറ്റ് ഡിമാൻഡ് കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനൊക്കെയാണ്? കൺസംഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ നെറ്റ് എക്സ്പോർട്ടിലും ആണ് എന്നുള്ളതാണ്. ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ മക്കളെ. ഓക്കെ. ഇനി അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ആണെങ്കിലോ? അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ടോട്ടൽ എക്സ്പെക്റ്റഡ് പ്രൊസീഡ്സ് നെസസറി ടു ഇൻഡ്യൂസ് എന്റർപ്രണർ ടു എംപ്ലോയ് എ ഗിവൺ നമ്പർ ഓഫ് വർക്കേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു എന്ത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞു. അപ്പൊ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാല് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊസീഡ്സ് ആണ്. എന്തിനുള്ള പ്രൊസീഡ്സ് ആണ്? എന്റർപ്രണേഴ്സിനെ ഗിവൺ നമ്പർ ഓഫ് വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പ്രൊസീഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയാ. കെയ്നീഷ്യൻ തിയറിയില് അഗ്രിഗേറ്റ് സപ്ലൈ ഇൻക്രീസ് വിത്ത് എംപ്ലോയ്മെന്റ്. അതായത് എംപ്ലോയ്മെന്റ് നമ്പർ ഓഫ് ലേബേഴ്സ് കൂടിക്കഴിഞ്ഞാല് കെയ്നീഷ്യൻ തിയറിയിൽ എന്ത് ചെയ്യും? എംപ്ലോയ്മെന്റും കൂടുമെന്നുള്ളതാണ്. പക്ഷെ ഷോർട്ട് റണ്ണില് അൺഎംപ്ലോയിഡ് റിസോഴ്സസും ഉണ്ടാവും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ക്യാൻ ഇൻക്രീസ് വിത്തൗട്ട് എ ലാർജ് റൈസ് ഇൻ പ്രൈസ്. വെൻ ദർ ആർ അൺഎംപ്ലോയിഡ് റിസോഴ്സസ് ഷോർട്ട് റണ്ണിൽ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൈസസും എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി കെയ്നീഷ്യൻ വ്യൂവില് നമ്മൾ ഔട്ട്പുട്ടിനെ ഡിറ്റർമിൻ ചെയ്യാറുള്ളത് നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എവിടെ ഉണ്ടാവുക? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. അവിടെയാണ് ഇക്വിലിബ്രിയം ഉണ്ടാവുക. അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിൽ. ഇൻകം എക്സ്പെൻഡിച്ചർ ഫോം എന്താണ്? Y ഈസ് ഈക്വൽ ടു C+I ആണ്. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ വൈനേക്കാൾ കൂടുതലാണെങ്കിൽ ഫേം എക്സ്പീരിയൻസ് അൺപ്ലാൻഡ് ഫാൾ ഇൻ ഇൻവെന്ററീസ്. ഇൻവെന്ററീസിൽ ഒരു പ്ലാൻ ചെയ്യാത്ത ഒരു കുറവ് ഫേംസിന് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഫാള് വന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? അവര് പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യും, എംപ്ലോയ്മെന്റും ഇൻക്രീസ് ചെയ്യും. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഔട്ട്പുട്ടിനേക്കാൾ കുറവാണെങ്കിലോ ഫേം എക്സ്പീരിയൻസ് അൺപ്ലാൻഡ് റൈസ് ഇൻ ഇൻവെന്ററീസിൽ എന്ത് ചെയ്യും? ഒരു റൈസ് ആണ് ഫേമിന് കാണാൻ പറ്റുക. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഫേംസ്
പ്രൊഡക്ഷൻ കുറക്കുകയും എംപ്ലോയ്മെന്റും പ്രൊഡക്ഷനും കുറക്കും എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ഇക്വിലിബ്രിയത്തിനെ നമുക്ക് കാണാൻ പറ്റുക? പ്ലാനഡ് എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു ആക്ച്വൽ ഔട്ട്പുട്ട്. പ്ലാനഡ് എക്സ്പെൻഡിച്ചർ ആക്ച്വൽ ഔട്ട്പുട്ടിനോട് ഈക്വൽ ആകുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇവിടുത്തെ ഇക്വിലിബ്രിയത്തിനെ കാണാൻ പറ്റുക. ഇനി കൺസംഷൻ ഫംഗ്ഷൻ, കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ പറയും. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക, കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ആണെന്ത്? സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. അതായത് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കൺസംഷൻ ആണ്, ബി എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്, വൈ എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഇനി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? അത് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആയിരിക്കും എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബി എന്ന് പറഞ്ഞാൽ എം പി സി ആണ് കേട്ടോ. ഇനി എം പി സിയെ നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? ഡെൽറ്റ സി കൺസംഷനിൽ വന്നിട്ടുള്ള ചേഞ്ച് ഡ്യൂ ടു ഡെൽറ്റ വൈ ഇൻകത്തിൽ വന്നിട്ടുള്ള ചേഞ്ച്. സോ ആളുകൾ എപ്പോഴും എന്ത് ചെയ്യുള്ളൂ? അഡീഷണൽ ആയിട്ട് വരുന്ന ഇൻകത്തിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു പോർഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആളുകൾ ഉപയോഗിക്കുള്ളൂ അല്ലെ? സോ ആൻ ഇൻക്രീസ് ഇൻ ഇൻകം increases consumption by but less than an increase in income. അതായത് ഇൻകം, എന്റെ സാലറി 30,000 രൂപ ഉള്ളത് അത് കൂടിയിട്ട് 37,000 രൂപയായി എന്ന് കൂട്ടിക്കോളൂ. ഈ കൂടിയ 7,000 രൂപക്കും ഞാൻ കൺസംഷൻ നടത്തുമോ? ഇല്ല, കൂടിയ 7,000 രൂപക്കും ഞാൻ കൺസംഷൻ നടത്തൂല. അപ്പോ ചിലപ്പോ എന്റെ കൺസംഷന് 1,000 രൂപ കൂടുള്ളൂ. അപ്പൊ ഇൻകം കൂടുന്ന അത്രയും സ്പീഡില് നമുക്ക് എന്ത് ചെയ്യൂല? നമ്മുടെ കൺസംഷനും കൂടൂല എന്നുള്ളതാണ്. ഇനി കെയ്ൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് തിയറി എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കെയ്നീഷ്യൻ തിയറിയിലെ ഇൻകവും എംപ്ലോയ്മെന്റും ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് കിടക്കുന്നത് മാർജിനൽ രണ്ട് കേസിലാണ്, രണ്ട് സാധനങ്ങളോടാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന MEC, രണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസസ് വെൻ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റബിലിറ്റി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കെയ്ൻസ് ബിലീവ് ചെയ്ത ഒരു കാര്യമാണെന്ത്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു 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 ഫാക്ടർ ആണ്. കാരണം ഇത് ബിസിനസ് എക്സ്പെക്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക? ആ ബിസിനസ്സിൽ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുമ്പോഴല്ലേ. എപ്പോഴാണ് ഒരു ബിസിനസ്സിൽ നമ്മൾ പൈസ തിരിച്ചു വാങ്ങുക? അതിൽ പ്രോഫിറ്റ് കുറയുമ്പോഴല്ലേ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കോമ്പണന്റ് ഹൈലി വൊളറ്റൈൽ ആണ്. ഈ വൊളറ്റാലിറ്റിയാണ് ഈ ഇൻകത്തിലും എംപ്ലോയ്മെന്റിലും ഒക്കെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നത് അത് എന്ന് മനസ്സിലാക്കുക. ഇനി കെയ്നീഷ്യൻ തിയറിയില് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ഉണ്ട്. ക്ലാസിക്കൽസിലും സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ഉണ്ടായിരുന്നു, കെയ്ൻസിലും സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ഉണ്ട്. കെയ്ൻസും എന്ത് ചെയ്തിട്ടുണ്ട്? അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് സേവിങ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ അത് ക്ലാസിക്കൽ വ്യൂല് പോലെയല്ല. സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ക്ലാസിക്കൽ വ്യൂല് എന്താ കൊണ്ടുവരുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അല്ലെ. പക്ഷെ ഇത് അല്പം വ്യത്യാസം ഉണ്ടായിരുന്നു. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞത് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് പോസിബിൾ ആവുന്നത്. പക്ഷെ കെയ്ൻസ് പറഞ്ഞത് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ഇൻകം അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് പോസിബിൾ ആവുന്നത് എന്നാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻകം ഇൻക്രീസസ് ത്രൂ ദ മൾട്ടിപ്ലയർ. നമ്മൾ മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ പ്രോസസ്സിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഇപ്പൊ ഇത്ര മനസ്സിലാക്കുക, ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻകം ഇൻക്രീസസ് ത്രൂ ദ മൾട്ടിപ്ലയർ ആൻഡ് ഇൻകം റൈസസ്. ഇഫ് ഇൻകം റൈസസ് saving will also rises until saving is equal to investment. Therefore income ആണ്, അല്ലാതെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഇവിടെ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി കൊണ്ടുവരുന്നത് എന്നാണ് കെയ്ൻസ് പറഞ്ഞത്. ഇനി കെയ്നീഷ്യൻ മൾട്ടിപ്ലയർ നമുക്കൊക്കെ അറിയാം. കെയ്നീഷ്യൻ മൾട്ടിപ്ലയർ എന്താണ്?
Multiplier shows how change in investment causes multiplied change in income. ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ചെറിയ ചേഞ്ചസ് എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചേഞ്ചസ് ഇൻകത്തിൽ വരുന്നത് എന്നുള്ളതാണ് കെയ്നീഷ്യൻ മൾട്ടിപ്ലയർ കാണിക്കുന്നത്. അതിന് കെയ്ൻസ് പറഞ്ഞ ഇക്വേഷൻ ആണ് എന്ത്? മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1/1 - MPC എന്നുള്ളത്. ഇനി നമുക്കറിയാം MPSഉം MPCയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് MPCയും MPSഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് MPSനെ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? MPS is equal to 1 - MPC എന്ന് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? K multiplier is equal to 1/MPS എന്ന് കൂടി നമുക്ക് എഴുതാൻ പറ്റും എന്നർത്ഥം. ഇനി MPC ഹൈ ആണെങ്കിൽ മൾട്ടിപ്ലയർ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. MPC ലോ ആണെങ്കിൽ മൾട്ടിപ്ലയർ എന്തായിരിക്കും? ലോ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. MPC 0.8 ആണെങ്കിൽ മൾട്ടിപ്ലയറിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? 1 ഡിവൈഡഡ് ബൈ, നമ്മൾ പറഞ്ഞു 1 - MPC ആണ് ഇക്വേഷൻ. K ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 - 0.8 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 0.2 ഈസ് ഈക്വൽ ടു 5, വിച്ച് മീൻസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ 100 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? 5 മടങ്ങ് എന്ത് ചെയ്യും? 5 മടങ്ങ് അത് വർദ്ധിപ്പിക്കുക. അതായത് 500 കോടിയുടെ ഒരു മാറ്റം നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി അൺഎംപ്ലോയ്മെന്റില് കെയ്ൻസിന്റെ വ്യൂ എന്താണ്? കേട്ടോ, അൺഎംപ്ലോയ്മെന്റിനെ കെയ്ൻസ് എങ്ങനെ? നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ സിസ്റ്റത്തിൽ നമുക്കുള്ളത് എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ് അല്ലെ? എല്ലാവർക്കും എംപ്ലോയ്മെന്റ്, ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എംപ്ലോയ്മെന്റ് വാരിക്കോരി കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ക്ലാസിക്കൽ സിസ്റ്റം. കെയ്ൻസ് പറഞ്ഞത് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. അൺഎംപ്ലോയ്മെന്റിന്റെ റീസൺ എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുന്ന ഡെഫിഷ്യൻസിയാണ് എന്തിന്റെ റീസൺ? അൺഎംപ്ലോയ്മെന്റിന്റെ റീസൺ. ഇഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഇൻസഫിഷ്യന്റ്, firms cannot sell their output, therefore they reduce production and employment. അഗ്രിഗേറ്റ് ഔട്ട്പുട്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറവാണെങ്കിൽ ഫേംസിന് എന്ത് ചെയ്യാൻ പറ്റൂല? അവരുടെ ഔട്ട്പുട്ട് സെല് ചെയ്യാൻ പറ്റൂല. അവരെന്ത് ചെയ്യും? പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറക്കും. പ്രൊഡക്ഷനും എംപ്ലോയ്മെന്റ്, പ്രൊഡക്ഷൻ കുറഞ്ഞാൽ എന്ത് ചെയ്യും? എംപ്ലോയ്മെന്റും കുറക്കും എന്നുള്ളതാണ്. ഇനി ഇതെന്ത് ചെയ്യും? ഒരു ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റിലേക്ക് നയിക്കും. ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എപ്പോഴാണ് ഉണ്ടാവുക? എക്സിസ്റ്റ് വെൻ വർക്കേഴ്സ് ആർ വില്ലിംഗ് ടു വർക്ക് അറ്റ് ദ കറന്റ് വേജ് റേറ്റ് ബട്ട് കനോട്ട് ഫൈൻഡ് ദ ജോബ്. ഒരാള് ഇപ്പൊ കാവ്യ എന്ന് പറയുന്ന ആള് ഒരു 500 രൂപക്ക് പെർ ഡേ 500 രൂപക്ക് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടും കാവ്യക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഇനി കെയ്ൻസ് നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ലേസേഴ്സ് ഫെയർ പോളിസിയാണ് ഉണ്ടായിരുന്നത് അല്ലെ? പക്ഷേ കെയ്ൻസിന് എന്തുണ്ടായിട്ടുണ്ട്? പോളിസി ഇംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. കെയ്ൻസ് ഗവൺമെന്റ് ഇന്റർവെൻഷനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സപ്പോർട്ട് വേണം. ഡിപ്രഷന്റെ സമയത്ത് ഗവൺമെന്റ് ഷുഡ് യൂസ് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി. ഇത് മറന്നു പോകരുത് കേട്ടോ. ഡ്യൂറിങ് ഡിപ്രഷൻ the government should use expansionary fiscal policy. ഈ എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി ഏതൊക്കെയാണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക, ടാക്സസ് കുറക്കുക, പബ്ലിക് വർക്ക് പ്രോഗ്രാമുകൾ ഇൻക്രീസ് ചെയ്യുക, ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡും ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലാസിക്കൽ തിയറി ഒരു ലോങ് റൺ കൺസെപ്റ്റ് ആണ്. കെയ്നീഷ്യൻ തിയറി ഷോർട്ട് റൺ ആണ്. നോർമൽ സിറ്റുവേഷൻ ക്ലാസിക്കൽ തിയറിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. കെയ്ൻസിൽ അണ്ടർ എംപ്ലോയ്മെന്റ് പോസിബിലിറ്റി ആണ്. മെയിൻ ഡിറ്റർമിനന്റ് ഓഫ്
എംപ്ലോയ്മെന്റ് ക്ലാസിക്കൽ വ്യൂവിൽ എന്താണ് ലേബർ മാർക്കറ്റ് ആണ്, കെയ്ൻസിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. സെയിൽസ് ലോ ക്ലാസിക്കൽ തിയറി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, കെയ്നീഷ്യനിൽ റിജക്ട് ചെയ്തിട്ടുണ്ട്. റേഞ്ച് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പക്ഷെ ഷോർട്ട് ടേണിൽ ഇവിടെ റിജിഡ് ആണ്. സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ക്ലാസിക്കൽസിൽ എങ്ങനെയാണ് വരുന്നത്? ത്രൂ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, കെയ്നീഷ്യൻ തിയറിയിൽ ത്രൂ ഇൻകം ആണ്. മണി ക്ലാസിക്കൽ തിയറിയിൽ ന്യൂട്രൽ ആണ്, കെയ്നീഷ്യൻ തിയറിയിൽ നോൺ ന്യൂട്രൽ ആണ്. അൺഎംപ്ലോയ്മെന്റ് ഫ്രിക്ഷണലോ അല്ലെങ്കിൽ വളണ്ടറിയോ ആണ്, ഇവിടെ ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. പോളിസി ഇംപ്ലിക്കേഷൻ ക്ലാസിക്കൽ തിയറിയിൽ ലെയ്സർ ഫെയർ പോളിസിയാണ്, കെയ്നീഷ്യൻ തിയറിയിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. ഔട്ട്പുട്ട് സപ്ലൈ ഡിറ്റർമിനഡ് ആണ്, കെയ്ൻസിൽ ഡിമാൻഡ് ഡിറ്റർമിനഡ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് റിയൽ ഫിനോമിനയാണ്, കെയ്നീഷ്യൻ തിയറിയിൽ മോണിറ്ററി ഫിനോമിനയാണ്. റോൾ ഓഫ് ഗവൺമെന്റ് വെരി മിനിമം ആണ് ക്ലാസിക്കൽ തിയറിയിൽ, കെയ്നീഷ്യൻ തിയറിയിലാവട്ടെ ഒരു സ്റ്റെബിലൈസേഷൻ റൂൾ, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലൈസേഷൻ റൂള് ഉണ്ട്. ഇനി നമ്മൾ അടുത്തത് കൺസംഷൻ ഫംഗ്ഷൻ ആണ്. നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുമ്പ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലാസിക്കൽ തിയറിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട്, കെയ്നീഷ്യൻ തിയറി അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ്. സെയിൽസ് ലോ പറയുന്നത് സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ആണ്. ക്ലാസിക്കൽ തിയറി വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കെയ്ൻസ് ഓട്ടോമാറ്റിക് ഫുൾ എംപ്ലോയ്മെന്റ് അസംഷനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. എഫക്റ്റീവ് ഡിമാൻഡ് ആണ് എംപ്ലോയ്മെന്റ് കെയ്നീഷ്യൻ തിയറിയിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. എഫക്റ്റീവ് ഡിമാൻഡ് എവിടെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്നിടത്താണ്. ക്ലാസിക്കൽ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ഇൻട്രസ്റ്റ് റേറ്റിലൂടെയാണ്. കെയ്നീഷ്യൻ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വാലിറ്റി ഇൻകം ചേഞ്ചസിലൂടെയാണ്. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ ബിലീവ് ചെയ്തത് മണി ന്യൂട്രൽ ആണ് എന്നുള്ളതാണ്. കെയ്ൻസ് ബിലീവ് ചെയ്തത് മണി ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും അഫക്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെന്റ് കെയ്നീഷ്യൻ തിയറിയിൽ ഉണ്ട്. കെയ്ൻസ് ഫിസ്ക്കൽ പോളിസിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കെയ്ൻസ് തിയറി മോർ റെലവന്റ് ഇൻ ദ ഷോർട്ട് റൺ ആണ്, ക്ലാസിക്കൽ തിയറി അത് ലോങ് റണ്ണിലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കെയ്നീഷ്യൻ തിയറി ഒരു ഷോർട്ട് റൺ തിയറിയാണ്. ഇൻ ദ ലോങ് റൺ എവ്രി വൺ വിൽ ഡൈ എന്നാണ് കെയ്ൻസിന്റെ അഭിപ്രായം. പക്ഷെ ക്ലാസിക്കൽ തിയറി എന്താണ്? അത് ഒരു ലോങ് റൺ തിയറിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ കൺസംഷൻ ഫംഗ്ഷൻ